ഇതെന്താ സൂര്യകാന്തിപൂവിന്റെ ഫോട്ടോ? ഓക്കെ അത് കലക്ക് സത്യേട്ടാ. ദക്ഷിണ വെച്ചത് എവിടെയാണ്? മോശമാണ് സംഭവം, ഇതൊക്കെ മോശമാണ്. എന്ത് മോശം? ഈ നമ്പർ മേടിച്ച നമ്പർ വാങ്ങിച്ചില്ല. നമ്പർ മേടിക്കണ്ട പിന്നെ എങ്ങനെ ഈ ചിത്രമൊക്കെ വരുന്നത്? ഇതാ കോമേ എന്ത് വർത്താനാ പറഞ്ഞു നീ? ഇത് ആപ്പ് വഴിയാണ്, നമ്പറൊന്നും ഇല്ല, ചാറ്റിങ് മാത്രം. ഞാൻ ചോദിച്ചു ആ നമ്പർ താ, അപ്പൊ നമുക്ക് വിളിക്കാലോ. പുള്ളിക്കാരി പറഞ്ഞ എന്താ വെച്ചാല് നമുക്ക് കണ്ടു കഴിഞ്ഞതിന് ശേഷം മതി ഈ ഫോൺ വിളി പരിപാടി. കുറച്ച് മാന്യതുള്ള ആൾക്കാരാണ്. അല്ല, തൃപ്തിയായില്ലെങ്കിൽ പിന്നെ ആ ബന്ധത്തിന് നിൽക്കണ്ടല്ലോ. ഇല്ല, വേണ്ടല്ല. അപ്പൊ എനിക്ക് ആലോചിച്ചപ്പോ അത് ശരിയാ. അപ്പൊ പിന്നെ മെസ്സേജ് മതി. അസലായിട്ട് പിന്നെ ചാറ്റ് നടക്കുന്നുണ്ട്. നല്ല കുട്ടിയായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ വാർത്ത. അല്ല, ഫോട്ടോ ഒന്ന് അയച്ചു തന്നെ ഒന്ന് കാണായിരുന്നു. അതെ, ഫോട്ടോ അയച്ചു തന്നില്ല, ഞാനത് ചോദിച്ചേ. എന്താ അത്ര താല്പര്യത്തിലെ ആൾക്കാർ? അപ്പൊ എന്താ വെച്ചാൽ കാലിന്റെ ഒരു ഫോട്ടോ അയച്ചു തന്നെ. ഇല്ല ഇല്ല, തുടക്കത്തില് കാല് മതി, പിന്നെ നമ്മള് ബന്ധം മുറുകുമ്പോഴേക്കും അതങ്ങോട്ട് പൊങ്ങി വന്നോളും. വീഡിയോ ഒക്കെ അയച്ചു തുടങ്ങുപോയി. അങ്ങടെ അയച്ചു കൊടുത്തു. അപ്പൊ ഇങ്ങട് കാലയച്ചു തന്നപ്പോ ഞാൻ കയ്യാണ് അയച്ചു കൊടുത്തു. ഇത് മറ്റേ നേർച്ച 1/4 രൂപ ഒക്കെ കൊടുക്കൂലേ, കൈ തന്നപ്പോ കാല് കൊടുത്ത്. എന്തെങ്കിലും ആവട്ടെ, സംഗതി ട്രാക്ക് ആയാലോ. അല്ല സത്യ, നിന്നെ പോലെ തന്നെ ഈ പെണ്ണും കല്യാണം കഴിച്ചല്ലേ? പിന്നെ കല്യാണം കഴിക്കാതെ. അല്ല, എന്നാലും ഈ ഭർത്താക്കന്മാരുള്ള പെണ്ണുങ്ങളൊക്കെ എങ്ങനെ ചെയ്യണതേ? മോശല്ലേ? എന്ത് മോശമൊന്ന്? ഇപ്പൊ നമുക്ക് ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് കിട്ടണത് നമുക്ക് തൃപ്തിയുള്ളവരല്ലല്ല, പൂർണ്ണ ഇഷ്ടമുള്ളവരല്ലല്ല, പോയി പെട്ടുപോണതല്ലേ. ഇപ്പൊ അവരവരുടെ വേവ് ലെങ്ത് അനുസരിച്ച് സംസാരിക്കാൻ പറ്റണവരോട് ചാറ്റ് ചെയ്യേ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യണതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഇത് വേറൊരു രസം. അതെ, ഞായറാഴ്ചയാണ് മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാരും സമയത്ത് എത്തണം. പിന്നെന്താ പോവാലോ. എന്താണ് ഷുഗറിന്റെ ഗുളിക? ഇതൊന്നും കഴിക്കാന്നും പറഞ്ഞ് കഴിക്കില്ല. ഞാനീ പിന്നെ കിടന്ന് കഴിപ്പിക്കണം. അതല്ലേ നിന്നെ കല്യാണം കഴിപ്പിച്ചേക്കണം. എന്നെ കൊണ്ട് പറ്റൂത് എല്ലാം കൂടി എനിക്ക് ചായ എടുക്കട്ടെ? പോയിക്കോ നീ. ചായ ശീതളിന്റെ പഞ്ചാര തന്നെ മതി. അതെ സത്യേട്ടാ, ഇപ്പൊ നാളെ നിങ്ങൾ തമ്മിൽ കാണാന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? കാണും. അപ്പൊ ഫോട്ടോ ഒന്നും നല്ല നമ്പറും ഇല്ല, പിന്നെ എങ്ങനെ തിരിച്ചറിയും? അതിന് മെസ്സേജ് അയച്ചാൽ എന്താ അറിയോ, നമ്മൾ തമ്മിൽ നേരിട്ട് കാണുമ്പോൾ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആളുകളുടെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ മാനസികമായിട്ടുള്ളൊരു പൊരുത്തുണ്ടെങ്കിൽ കണ്ണുകൾ പറയുന്നവർ. അതാണ് സൈക്കോളജി. മനസ്സിന്റെ താല്പര്യമാണ് വലുതേ, എല്ലാതും കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ നടന്ന മനുഷ്യരാണ് അല്ലേ? ആ കയ്യിൽ കാണിച്ചേ. എന്താണ്? വലിയ നന്ദിയുണ്ട്. ഇപ്പൊ സുഖത്തോന്നല്ലേ മനസ്സില്? പിന്നെ അത്ര വേണ്ടുള്ളൂ. മനസ്സിന് സമാധാനമാണ് വേണ്ടത്. ജീവിതം ഒരെണ്ണുള്ളൂ, അത് ശരിക്കും അങ്ങനെ ആസ്വദിക്കും. നല്ല സുഖം. അതാണ് അല്ലാണ്ട് വെറുതെ വഴി തന്നെ ഉണ്ട്. ഇല്ല മുത്തേ, വഴി തന്നെ ഉണ്ട്. വരണ് ആരാണ്? ഭാര്യ. പേടിയാണേ, ഭാര്യന് ഭയങ്കര പേടിയാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യോഗ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെയുണ്ട് കുറെ. അത് ജീവിതം എന്ന് പറഞ്ഞ ഒരെണ്ണുള്ളൂ, അത് സന്തോഷിക്കുക. അല്ലാണ്ട് സൂതേണ്ടമാര് ന്യായം തത്വമൊക്കെ പറഞ്ഞ് നടന്ന് ജീവിതം കളഞ്ഞിട്ടുള്ള കാര്യമില്ല. നമ്മളെ കയ്യിൽ സ്നേഹം കുറയാണ് കെടുക്കണതേ. അത് ഒരു സ്ഥലത്ത് തന്നെ അങ്ങനെ കൊണ്ടേ കൊടുക്കുമ്പോ ഒരു സുഖം ഉണ്ടാവില്ല. ലോകത്ത് എത്ര ആൾക്കാരുണ്ട്, എല്ലാവർക്കും വീതിച്ച് കൊടുക്കട്ടെ, എല്ലാവരും സന്തോഷിക്കട്ടെ. എന്റെ പോളിസി അതാണ്. ഏതാണ് വേണേ നോക്കോ. അതൊക്കെ വേണമെന്ന് മുഖത്ത് നോക്കി അറിയില്ലേ? സന്തോഷം ആവശ്യമില്ലാത്ത ആൾക്കാരാരാണ്? മടിച്ചൊന്നും നിക്കണ്ട, വഴി നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക്. എന്നാ ഞാൻ പോട്ടെ. ശരിയാപ്പോ ടൗണിൽ പോയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ഒരു ബെൽറ്റും വാങ്ങി. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇനി പെണ്ണിനെ തിരിച്ചറിയാണ്ട് പോണ്ട. അങ്ങനെയൊന്നും വരില്ല. അപ്പൊ ശരി. ശരിയാപ്പോ പൊളിക്കാപ്പോ. കാണുന്ന നേരത്തെ കണ്ണട മാറ്റണേ, കണ്ണും തമ്മില തിരിച്ചറിയൂ. ആലോചിക്കല്ലേ? ഒരു കണക്കിന് നല്ലതല്ലേ? ഒരു കണക്കിന് എല്ലാ കണക്കിനും നല്ലതാണ്. വെറുതെ ജീവിതം പാടാക്കണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നാ പോട്ടെ ഞാന്. എന്തായാലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. ആയിക്കോട്ടെ. മണ്ട പോയാൽ കവുങ്ങമാരി ആവരുത്, നേരെ ചൊവ്വ നടക്ക്. എന്നാലും ഈ ഭാര്യ ഉള്ളപ്പോ വേറെ പെണ്ണ് എന്നൊക്കെ പറഞ്ഞ
ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ? എന്താ? അല്ല, ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ? അതെ. ആരെയാ? ഹസ്ബൻഡ്. ഹസ്ബൻഡ്.